എനിക്ക് തോന്നുന്നു ഈ ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നോ, മറ്റെന്താണ് തെറ്റിയതെന്ന് പരിശോധിക്കുമ്പോൾ നേതാക്കൾ പാർട്ടിയിൽ നിന്നകന്നോ, ജനങ്ങളിൽ നിന്നകന്നോ, അതോ ജനങ്ങൾ നേതാക്കളിൽ നിന്നകന്നോ? അങ്ങനെയാണെങ്കിൽ അത് എന്തുകൊണ്ട് സംഭവിച്ചു? അതുകൂടെ ഒന്ന് പരിശോധിച്ചാൽ നല്ലതായിരിക്കും. പക്ഷേ ഇതൊക്കെ വിലയിരുത്താനായ CPM തയ്യാറാവുകയാണ്. ഈ മാസം 7-ാം തീയതി, അതായത് വെള്ളിയാഴ്ച CPMന്റെ നിർണായക യോഗം ചേരാൻ പോകുന്നു. തെരഞ്ഞെടുപ്പിലുണ്ടായ തിരിച്ചടി മണ്ഡലതലത്തിൽ പരിശോധിക്കുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. മണ്ഡലതല റിപ്പോർട്ട് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ചർച്ച ചെയ്യും. ദീപക് ധർമ്മനുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്നും ചേരുന്നു. ദീപക്, CPM എന്താണ് ഈ തോൽവിക്ക് പിന്നിലെ കാരണങ്ങൾ എന്ന് പരിശോധിക്കാൻ പോകുന്നു. വളരെ പെട്ടെന്ന് തന്നെ ആ നടപടികളിലേക്ക് CPM പാർട്ടി കടക്കുകയാണ്. അപ്പോൾ പ്രാഥമികമായി എന്തുകൊണ്ട് തോറ്റു എന്നതിൽ ഒരു ഉത്തരം പാർട്ടി നേതൃത്വം നൽകുന്നുണ്ടോ? ഈ യോഗത്തിന്റെ മറ്റു വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം CPIM വളരെ കൃത്യമായി ശാസ്ത്രീയമായി ഈ പരാജയത്തിൻ്റെ കാരണങ്ങൾ വിവിധങ്ങളാണ് എന്ന് പാർട്ടി ഇപ്പോൾ തന്നെ പറയുന്നുണ്ട്. അത് കൃത്യമായി അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി പോകുന്നു. അതിനുവേണ്ടിയാണ് അടുത്ത വെള്ളിയാഴ്ച തന്നെ സെക്രട്ടേറിയറ്റ് യോഗം. ആ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ എല്ലാവരും എത്താൻ വേണ്ടി നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. മണ്ഡല ചുമതലയുള്ള സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ മണ്ഡലം കമ്മിറ്റിയുടെ വിശദമായ അവലോകന റിപ്പോർട്ട് സെക്രട്ടേറിയറ്റിൽ വെക്കുകയും ചെയ്യും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരിക്കലും പാർട്ടി പ്രതീക്ഷിക്കാത്ത തിരിച്ചടിയാണ് ഉണ്ടായത്. ഈ തിരിച്ചടിക്ക് പല കാരണങ്ങളുണ്ട്. സാധാരണഗതിയിൽ നൽകുന്ന മറുപടികൾക്ക് അപ്പുറത്തേക്കുള്ള കൃത്യമായ പരിഹാര മാർഗം ഉണ്ടാകണം എന്നുള്ള നിലയിലായിരിക്കും സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഉണ്ടാവുക ചർച്ചകൾ എന്നുള്ളത് ഉറപ്പാണ്. കാരണം ഈ ഹിന്ദു വോട്ട് ലഭിച്ചുമില്ല, ന്യൂനപക്ഷ വോട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു. ഒരു മുതിർന്ന നേതാവ് പറഞ്ഞ വാചകം കടമെടുത്താൽ, അതായത് നിലവിൽ കയ്യിലുണ്ടായിരുന്ന വോട്ട് കിട്ടിയുമില്ല, എന്നാൽ പുതുതായി പ്രതീക്ഷിച്ച വോട്ട് ലഭിക്കാനുള്ള സാഹചര്യവും ഉണ്ടായില്ല എന്നുള്ള നിലയിലുള്ള വിലയിരുത്തൽ പോലും വന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒന്ന് ഈ ഭരണവിരുദ്ധ വികാരം എന്നുള്ളതൊക്കെ അപ്പുറത്തേക്ക് കൃത്യമായ പ്രശ്നം എന്താണ്, ആ പ്രശ്നം അഡ്രസ് ചെയ്യാൻ വേണ്ടിയാണ് സെക്രട്ടേറിയറ്റ് യോഗം വെള്ളിയാഴ്ച ചേരുന്നത്. അതിൽ വിശദമായി തന്നെ ഈ കാര്യത്തിൽ ചർച്ചയുണ്ടാകും എന്നുള്ളതാണ് CPIM സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. ഏതായാലും നമുക്ക് ആ ചർച്ചയുടെ ഔട്ട്കം എന്തായിരിക്കും എന്ന് കാത്തിരിക്കാം. പ്രജിൻ, ദീപക് ധർമ്മമാണ് വിശദാംശങ്ങൾ നൽകിയത്. ഈ മാസം, അതായത് വെള്ളിയാഴ്ചയാണ് നിർണായക CPMന്റെ യോഗം.